ഹായ്, ഒരിക്കൽ കൂടി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വാനില സ്പോഞ്ച് ഉണ്ടാക്കുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമ്മുടെ വാനില സ്പോഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് 1 kgയുടെയും ഇത് ½ kgയുടെയും സ്പോഞ്ചാണ്. അങ്ങനെ 1.5 kgയുടെ ടോൾ കേക്കാണ് എനിക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ വീഡിയോ ലെങ്തി ആവുന്നത് കൊണ്ടാണ് ഞാൻ സ്പോഞ്ച് ഉണ്ടാക്കുന്നത് മാത്രം ഒരു പാർട്ടായിട്ടും പിന്നെ ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നത് സെക്കൻഡ് പാർട്ടായിട്ടും അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് സ്പോഞ്ച് ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇനി നമുക്ക് ഫ്രോസ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സ്പോഞ്ച് അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മുടെ ബൗളിൽ ഇപ്പോൾ 1 kg സ്പോഞ്ചിന് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് വേണ്ടത്. അപ്പോൾ എനിക്കിവിടെ 1.5 kgയാണ് ഫ്രോസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് 1.5 കപ്പ് വിപ്പിംഗ് ക്രീം വേണം. ഞാൻ ഫിയോനയുടെ വിപ്പിംഗ് ക്രീമാണ് ഉപയോഗിക്കുന്നത്. ഇതാ ഫിയോനയുടെ വിപ്പിംഗ് ക്രീമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്രീം എടുക്കാം. അപ്പോൾ ആദ്യം ക്രീം നമ്മൾ എടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ക്രീം എപ്പോഴും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാൻ. നല്ല കട്ടിയായിട്ടുള്ള ക്രീം ഒരിക്കലും എടുക്കാൻ പാടില്ല. കട്ടിയായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ നന്നായിട്ട് ഇളക്കി ഒന്ന് ഇതുപോലെ ലൂസാക്കിയിരിക്കണം. എന്ന് വെച്ച് തണുപ്പ് ഒട്ടും മാറാൻ പാടില്ല. ക്രീം നല്ല തണുത്തിരിക്കണം. എന്നെങ്കിൽ മാത്രമേ നന്നായിട്ട് അത് ബീറ്റായിട്ട് വരുള്ളൂ. അപ്പോൾ 1 കപ്പ് ഒഴിച്ചു. ഇനി ½ കപ്പ് കൂടെ വയ്ക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, എപ്പോഴും തണുത്ത ക്രീം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ലോ സ്പീഡിൽ കുറച്ച് നേരം ബീറ്റ് ചെയ്യണം. എന്നിട്ട് പിന്നെ പതുക്കെ സ്പീഡ് കൂട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ക്രീം നന്നായിട്ട് വിപ്പായി വന്നിട്ടുണ്ട്. ഈ ഒരു ഇതിലായിരിക്കണം ക്രീം. കണ്ടില്ലേ, ഇതുപോലെ ആയിരിക്കണം. ഇനി നമുക്കത് എടുക്കാം. ഇനി ഇതിൽ കുറച്ച് ഭാഗം ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. അത് എന്തിനാണെന്ന് വെച്ചാൽ അതിൽ കളറ് മിക്സ് ചെയ്യാനുണ്ട്. ഒരു പിങ്ക് കളറാണ് കേക്കിന് വേണ്ടത് അവർ പറഞ്ഞത്, അവർ അയച്ചു തന്ന ഫോട്ടോ. അപ്പോൾ അതിൽ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കാം. ഞാൻ അവർ അയച്ചു തന്ന ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഞാൻ ഇതിലിടാം. അപ്പോൾ കുറച്ച് ക്രീം നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റി വെക്കാം. ഇത്രയും മതിയാവും. അപ്പോൾ ഇത് നമുക്ക് ഉള്ളിൽ മാത്രം ഫ്രോസ്റ്റ് ചെയ്യാനുള്ളതാണ്, വൈറ്റ്. പുറത്ത് നമ്മുടെ കളറ് വരുന്നത് കൊണ്ട് കളറ് ചേർക്കാൻ വേണ്ടി ഞാൻ കുറച്ചുകൂടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ കേക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമ്മൾ ടേൺ ടേബിളിൻ്റെ മേലെ ഒരു കേക്ക് ബേസ് വെച്ചു. എന്നിട്ട് ബേസിൽ കുറച്ച് ക്രീം പുരട്ടി കൊടുക്കണം. അത് കേക്ക് ഇതിൽ തെന്നി പോകാതിരിക്കാൻ വേണ്ടിയാണ്, ഫിക്സായി നിൽക്കാൻ വേണ്ടി വെച്ച് കൊടുക്കും. ഇനി ഫസ്റ്റ് ലെയർ സ്പോഞ്ച് വെച്ച് കൊടുക്കാം. ഒഴിച്ചു. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പിൽ ഞാൻ ഷുഗർ സിറപ്പ് ആക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല. 1 kgയുടെ കേക്കിന്
1 ഗ്ലാസ് ഷുഗർ സിറപ്പാണ് വേണ്ടത്. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം, അതിലേക്ക് 3/4 ഗ്ലാസ് പഞ്ചസാര ഇട്ട് നന്നായിട്ട് തിളപ്പിക്കണം. തിളപ്പിച്ച് തണുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടെ ചേർക്കുന്നുണ്ട്. വാനില കേക്കിനൊക്കെ മിൽക്ക് മെയ്ഡ് കൂടെ ഷുഗർ സിറപ്പിലോട്ട് ചേർത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ക്രീം ഒഴിച്ചു കൊടുക്കാം. സ്പ്രെഡ് ചെയ്യാം. ഇനി ഞാൻ ചേർക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ, അപ്പോൾ ഇനി നിങ്ങൾക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് വേണമെങ്കിലും എടുക്കാം. ഞാൻ മിൽക്ക് മെയ്ഡാണ് ഉപയോഗിക്കുന്നത്. ഫില്ലിങ്ങിനായിട്ട് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നോർമൽ വാനില സ്പോഞ്ച് ആയതുകൊണ്ട് ഇതിന് നട്ട്സ് ഒന്നും ഇടുന്നില്ല. മിൽക്ക് മെയ്ഡ് വെച്ച് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ അടുത്ത സ്പോഞ്ച് വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് കൊണ്ട് വെയിറ്റ് ചെയ്യാം. വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ ലെയറും ഇതുപോലെ ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് വെയിറ്റ് ചെയ്യാം. കൊടുക്കാം. അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണം. പ്രോട്ടീൻ ആയത് കാരണം പിന്നി പോയത്. ഷേപ്പ് ചെയ്തെടുക്കാം. ഒക്കെ ചെയ്യണം. അപ്പോൾ നമ്മൾ കേക്ക് ക്രം കോട്ട് ചെയ്ത് വെച്ചു. ഇത്രയും ചെയ്താൽ മതി. കാരണം നമുക്ക് ഇനി ഇതിൻ്റെ പുറത്ത് പിങ്ക് കളറ് ക്രീമാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ക്രീം കൂടെ ചെയ്യുമ്പോൾ നമ്മുടെ കേക്ക് ഫിനിഷിംഗ് ആവും. അപ്പോൾ ഇത്രയും ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് എടുത്തിട്ട് അടുത്ത കളർ ചേർത്ത് വിപ്പിംഗ് ക്രീം വെച്ച് ഒന്നുകൂടെ കവർ ചെയ്ത് വെക്കണം. അപ്പോൾ പിന്നെ വേറൊരു കാര്യം, നമ്മളിങ്ങനെ ടോൺ കേക്ക് അല്ലെങ്കിൽ നമ്മൾ ടയർ കേക്ക്സ്, 2 ടയർ അങ്ങനെയൊക്കെ ടയർ കേക്ക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ നമ്മൾ ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ച് കൊടുക്കണം. ഇത് നമ്മുടെ ബേക്കിംഗ് ഐറ്റംസ് നമ്മൾ വാങ്ങിക്കുന്നില്ലേ, അവിടെ കിട്ടും. അപ്പോൾ ഇതുപോലെ ഒരു സ്റ്റിക്ക് ഇതിൽ ഇറക്കി കൊടുക്കണം. എന്നാലേ കേക്ക് സെക്യൂറായിട്ട് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഡെലിവറി ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ എടുത്ത് നമ്മൾ വെക്കുന്ന സമയത്തൊക്കെ തെന്നിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മറക്കാതെ എല്ലാവരും ഇങ്ങനത്തെ കേക്ക്സ് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു സ്റ്റിക്ക് ഇറക്കി കൊടുക്കാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്കിതിൻ്റെ ഹൈറ്റ് ഒന്ന് നോക്കി കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ സ്റ്റിക്ക് കേക്കിൻ്റെ ഹൈറ്റിനനുസരിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഇതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം.
ഒന്ന് മതി. കുറച്ച് വലിയ ബേസുള്ള കേക്കാണെങ്കിൽ 2 സ്റ്റിക്ക് 2 സൈഡിലോട്ടാക്കിയിട്ട് വെച്ചു. അപ്പോൾ നമ്മുടെ കേക്ക് ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഫ്രിഡ്ജിലോട്ട് വെക്കാം. ആ സമയത്ത് ഇത് ഫ്രിഡ്ജിൽ കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഒരു റെഡ് വെൽവെറ്റ് കേക്ക് കൂടെ ഉണ്ടാക്കാനുണ്ട്. അത് ഞാൻ സ്പോഞ്ച് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ഞാൻ അതുകൂടെ ഒന്ന് ചെയ്തെടുക്കും. ഇത് നമുക്ക് നേരെ ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച വാനില സ്പോഞ്ച് കേക്ക് ഫ്രിഡ്ജിൽ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ കോട്ടിങ് ചെയ്യാം. അതിന് വിപ്പിംഗ് ക്രീമിലേക്ക് പിങ്ക് കളർ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കൊടുക്കാം. വീഡിയോ എടുക്കുന്നത് കിച്ചൻ്റെ അടുത്തുനിന്നായതുകൊണ്ട് നല്ല ശബ്ദം കേൾക്കുന്നുണ്ട്, ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട്. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. നമ്മുടെ കേക്ക് ഏകദേശം ഫ്രോസ്റ്റിംഗ് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫിനിഷിങ് വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നൈഫ് ഇങ്ങനെ തുടച്ച് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഫിനിഷിങ് കിട്ടില്ല. ഓക്കെ, പിന്നെ നമ്മൾ ബേസിൽ ആയിട്ടുള്ള ക്രീമിലൊന്ന് തുടച്ച് നല്ല വൃത്തിയാക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് ഫുൾ ഫ്രോസ്റ്റിംഗ് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഫോണ്ടൻ്റ് വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇപ്പം നമുക്കിത് നേരെ ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. നന്നായി സെറ്റ് ചെയ്തതിന് ശേഷം ഫോണ്ടൻ്റ് വർക്കൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതാണ് കസ്റ്റമർ എനിക്ക് അയച്ചു തന്ന കേക്കിൻ്റെ പിക്ചർ. അപ്പോൾ കണ്ടില്ലേ, ഇത് കസ്റ്റമർ അയച്ചു തന്ന ഫോട്ടോയും ഞാൻ ഉണ്ടാക്കിയതും തമ്മിൽ നിങ്ങളൊന്ന് മാച്ച് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയണേ. അതുപോലെയുണ്ടോ, എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടമായോ എല്ലാം ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്